എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ വേണ്ടി സുവിശേഷത്തിനായി വിളിച്ചു വേർതിരിക്കപ്പെട്ട നാം ഓരോ മിനിറ്റുകൾ കഴിയുന്തോറും ഈ മൊബൈൽ ചാർജാകുന്ന പോലെ ചാർജായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ സുവിശേഷ വിപ്ലവത്തിനായിട്ട്, ഉണർവിനായിട്ട് നമ്മൾ ആ ഭാഗങ്ങളാണ് ഈ ദിവസങ്ങളിൽ വായിക്കുന്നത്. അതുകൊണ്ട് സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ആ മനുഷ്യൻ, മഹാനായ മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്: നിങ്ങളുടെ മക്കളെ സമ്പന്നരാകാൻ പഠിപ്പിക്കരുത്, പിന്നെ എന്താണ്, സന്തോഷമുള്ളവരാകുവാൻ പഠിപ്പിക്കുക. ഐഫോൺ, ഐപാഡ് എന്നിങ്ങനെയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ കൊണ്ട് ഒരു വിപ്ലവം സൃഷ്ടിച്ച മനുഷ്യനാണ് സ്റ്റീവ് ജോബ്സ്. അദ്ദേഹം ഈ കാലഘട്ടത്തെ സ്വാധീനിച്ച മനുഷ്യനാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് വളരെ അർത്ഥമുണ്ട്. എന്താണ്? നിങ്ങളുടെ മക്കളെ സമ്പന്നരാകാൻ പഠിപ്പിക്കരുത്. സമ്പന്നരായ പലർക്കും സന്തോഷമുണ്ടാകണമെന്നില്ല, എന്നാൽ സന്തോഷമുള്ള വ്യക്തികളാണ് ഏറ്റവും വലിയ സമ്പന്നർ എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം ഉള്ളവരെ പോലെ. 1 തെസ്സലോനിക്കർ 5 പറയുന്നു, എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യം സന്തോഷമാണ്. ദാവീദ് പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. പുറമേ കാണുമ്പോൾ ഉള്ള സന്തോഷമല്ല. ആ വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, ബാങ്കിൽ കുറച്ച് പൈസ കിടപ്പുണ്ട്, പിള്ളേരെല്ലാം ഓരോ സ്ഥലത്ത് സെറ്റിലായി, അപ്പോഴുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ അത്തിവൃക്ഷം തളിർക്കുകയില്ല, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, മുന്തിരി അതിൻ്റെ ഫലം തരില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകുന്നു, കന്നുകാലികൾ ഇല്ലാതെയാകുന്നു, എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും. അവൻ എൻ്റെ കാലുകളെ മാൻപേടയുടെ കാല് പോലെയാക്കും, എന്നെ ഉന്നതികളിൽ വാഹനമേറ്റി ഓടുമാറാക്കും. അപ്പോൾ സന്തോഷമെന്ന് പറയുന്നത് സാമ്പത്തികമായ, ഭൗതികമായ ഏറ്റക്കുറച്ചിലുകളെ അടിസ്ഥാനപ്പെടുത്തിയല്ല എന്ന് ദൈവസഭയ്ക്കറിയാം. അതുകൊണ്ട് സന്തോഷമുള്ളവരാകാൻ ഈ ലോകത്തിലുള്ളവർ ആഗ്രഹിക്കുകയാണ് പണത്തേക്കാൾ അധികം. എന്നാൽ ദൈവം നമുക്ക് തന്ന രക്ഷയുടെ സന്തോഷമാണ്. ദാവീദ് പാപം ചെയ്തപ്പോൾ പറഞ്ഞു, എൻ്റെ രക്ഷയുടെ സന്തോഷം എന്നിൽ നിന്ന് എടുക്കരുതേ. എൻ്റെ സിംഹാസനം എടുത്തോ, എനിക്ക് തന്ന കിരീടം എടുത്തോ, രാജധാനി എടുത്തോ, എന്നാൽ ഈ രക്ഷയുടെ സന്തോഷം ഇതെന്നിൽ നിന്ന് മാറരുതേ. ഈ സത്യങ്ങൾ മനസ്സിലാക്കി ദൈവം നമുക്ക് തന്ന രക്ഷയാണ് ഈ ഭൂലോകത്തേക്കാൾ വിലയേറിയതെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ യേശു കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. All the saints and angels bow before your throne. All the elders cast their crowns before the Lamb of God and sing, you are worthy of it all. You are worthy of it all. For from you are all things, and to you are all things. You
Day and night, night and day, let incense arise. Day and night, night and day, let incense arise. Day and night, night and day, let incense arise. Day and night, night and day, day and night, day and night, night and day, let incense arise. Day and night, night and day, let incense arise. Day and night, night and day, let incense arise. Day and night, night and day, you are worthy of it all. You are worthy of it all. For from you are all things, and to you are all things. You deserve the glory, Lord. You are worthy of it all. You are worthy of it all. For from you are all things, and to you are all things. You deserve the glory. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 28-ാം വാക്യം. ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചല്ലോ. നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം ഇവരുടെ പ്രസംഗത്തിൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. അവനിൽ പാപമോചനമുണ്ട്, അതവരേറ്റെടുത്തില്ല. ഇപ്പോൾ അവന്റെ രക്തം ഞങ്ങളുടെ മേലോ വരുത്തുവാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇവര് ഒരു 40 ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു 50 ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യം ഇവർ മറന്നുപോയോ? ഇവരെന്താ പറഞ്ഞത്? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനത്തെ കൊണ്ട് പറയിപ്പിച്ചവരാണ് ഇവര്. ഇപ്പോൾ അവർക്ക് പേടിയുണ്ട്, ഈ രക്തം അവരുടെ മേൽ വരുമോ? കർത്താവ് അന്നേ പറഞ്ഞു, പത്രോസ് പറഞ്ഞു, കർത്താവ് എന്ത് നല്ല പണിയാണ് ഈ പള്ളിയുടെ പണി കണ്ടോ? കർത്താവ് പറഞ്ഞു, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. അധികം കാലം കഴിഞ്ഞില്ല, ചില കാലങ്ങൾക്കുള്ളിൽ യെരൂശലേം ദേവാലയം തകർക്കപ്പെട്ടു. അതിനുശേഷം ഇതുവരെ അവർക്ക് അത് പണിയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മതില് മാത്രം ബാക്കിയുണ്ട്, വിലാപ മതിലായിട്ട് അവരവിടെ നിന്ന് കരയുകയാണ്. എന്നാൽ ദൈവം അവരെ തള്ളിക്കളയില്ല. അവർ അബ്രഹാമിന്റെ മക്കളാണ്. ദൈവം അവരെ അടിക്കുകയും ചെയ്യും, വീണ്ടും സ്വീകരിച്ച് ലാളിക്കുകയും ചെയ്യും. കാരണം അവർ ദൈവത്തിന്റെ പ്രത്യേക ജനമാണ്. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. നിങ്ങൾ തെറ്റ് ചെയ്താൽ ഭൂമിയുടെ അറ്റം വരെ ചിതറിക്കും. നിങ്ങൾ മടങ്ങി വന്നാൽ ആകാശത്തിന്റെ ആരതിയിൽ നിന്ന് ഞാൻ നിങ്ങളെ കഴുകൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരും. എല്ലായിടത്തു നിന്നും ഞാൻ കൊണ്ടുവരും. ഇപ്പോഴത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ മടങ്ങി വന്നാൽ, നിങ്ങൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും. മടങ്ങി വന്നാൽ അതിൻ്റെ അർത്ഥം മടങ്ങി വരാൻ കർത്താവ് എല്ലാവരെയും കാത്തിരിക്കുന്നു. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. വസ്തുവകയിൽ പാതി അവൻ വിറ്റ് തൊലച്ച് നാനാവിശേഷമാക്കി കളഞ്ഞു. പാപികളുടെ കൂടെ അവൻ ആ സ്വത്ത് നാനാവിശേഷമാക്കി. അതിനുശേഷം അവന് മുട്ടു വന്നപ്പോൾ അവൻ അവൻ്റെ അപ്പനെ ഓർത്തു, അപ്പൻ്റെ വീട്ടിലെ ഭക്ഷണം ഓർത്തു, കൂലിക്കാരെ ഓർത്തു. ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരും. അപ്പനറിയാം അവന് മടങ്ങി വരാതെ നിവർത്തിയില്ല. അവൻ പോയ വഴി പരാജയത്തിൻ്റെ വഴിയാണെന്ന് പരിചയ സമ്പന്നനായ അപ്പനറിയാം. പാപത്തിൻ്റെ പാത
അധികം കാലം തുടരുകയില്ല. പാപം ദാരിദ്ര്യം കൊണ്ടുവരുമെന്നും പട്ടിണി കൊണ്ടുവരുമെന്നും അപവാദം കൊണ്ടുവരുമെന്നും അപമാനം കൊണ്ടുവരുമെന്നും ഈ അപ്പനറിയാം. തെറ്റായ വഴികൾ ഒരിക്കലും ജയം കൊണ്ടുവരില്ല. അതുകൊണ്ട് ഈ അപ്പൻ അവനെ കാത്തിരുന്നു. അവന് വേണ്ടി മോതിരം ഉണ്ടാക്കി, അവന് വേണ്ടി നല്ല ചെരുപ്പുണ്ടാക്കി, നല്ല വസ്ത്രമുണ്ടാക്കി, തടിപ്പിച്ച ഒരു കാളക്കുട്ടിയെ എല്ലാ ദിവസവും തീറ്റിച്ച് കൊഴിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്താണ്? എൻ്റെ മകൻ വരും. നിങ്ങൾ മടങ്ങി വന്നാൽ. മടങ്ങി വരവ് ഇഷ്ടപ്പെടുന്ന ഒരു കർത്താവ്. ആര് മടങ്ങി വന്നാലും, യേശുവിനെ ഉപേക്ഷിച്ച് പോയവർക്ക് മടങ്ങി വരാൻ ബുദ്ധിമുട്ടാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. മടങ്ങി വരാൻ ദൈവം കാത്തിരിക്കുകയാണെന്ന് മറ്റൊരു ഭാഗമുണ്ട്. എബ്രായ ലേഖനത്തിലൊരു വാക്യമുണ്ട്, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയൊക്കെ ആസ്വദിച്ച ശേഷം ഒരാൾ പിന്മാറിപ്പോയാൽ അവനെ മടക്കി വരുത്താൻ പാടാണ്. മടക്കി വരുത്താൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ മടങ്ങി വരണമെന്ന് കർത്താവിൻ്റെ ഇഷ്ടമാണ്. എനിക്ക് എത്രയോ പേരെ അറിയാം, വിശ്വാസത്തിൽ വന്ന് പിന്മാറിപ്പോയി മടങ്ങി വന്ന് ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന എത്രയോ പേരെ എനിക്കറിയാം. വർഷങ്ങൾ പിന്മാറ്റത്തിൽ പോയവരെ എനിക്കറിയാം. എനിക്കറിയാവുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, ജോണി. അദ്ദേഹം ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ രക്ഷിക്കപ്പെട്ടു. ആ ദേശത്ത് ഒത്തിരി പേരെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നു. അദ്ദേഹം കാരണം ഒത്തിരി പേര് സുവിശേഷ വേലക്ക് ഇറങ്ങി. ജോണി പിന്മാറിപ്പോയി. എൻ്റെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ജോണിയോട് പറഞ്ഞു, ജോണി കാരണം വന്നവരൊക്കെ ഇന്ന് നല്ല നിലയിലാണ്. ജോണി, ഞാൻ വരും. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ജോണി വന്നു. വളരെ നിഷ്കളങ്കമായ നിലയിലേക്ക്, പരമാർത്ഥതയിലേക്ക് താൻ മടങ്ങി വന്നു. ഒരു കുടുംബമായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവേല ചെയ്യുന്നു. മടങ്ങി വരുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇന്ന് എനിക്കിനി മടങ്ങി വരാൻ കഴിയുമോ? തീർച്ചയായിട്ടും. കാരണം മടങ്ങി വരാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. മടങ്ങി വരാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം കർത്താവ് പറഞ്ഞത്, ഒരുവൻ കർത്താവിനെ കളഞ്ഞേച്ച് പോകുമ്പോൾ അവനെ 7 മടങ്ങ് പിശാച് അവനെ കയറിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ആ മനുഷ്യന്റെ സ്ഥിതി മുമ്പിലത്തേക്കാൾ കഷ്ടമായാൽ അവന് മടങ്ങി വരാനുള്ള സാധ്യത പിശാച് തടയും. എന്നാൽ നീ ഹൃദയപരമാർത്ഥതയോടെ നിലവിളിച്ചാൽ കർത്താവ് നിന്നെ അവിടെ നിന്നും പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കായിട്ട് സ്തോത്രം ചെയ്തേ. നമ്മുടെ പ്രിയപ്പെട്ടവർ പിന്മാറിപ്പോയവരെല്ലാം മടങ്ങി വരട്ടെ. ദൈവം അബ്രഹാമിൻ്റെ സന്തതികൾക്ക് മടങ്ങി വരാൻ അവസരം കൊടുക്കും. ഈ മഹാപുരോഹിതന്മാർക്കൊക്കെ യേശുവേ എന്ന് വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവർ വിളിക്കുന്നില്ല. അവർ പറയുന്നത്, അവൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരാനായിട്ട് നോക്കുകയാണോ? നിങ്ങൾ എന്തിനാ അവൻ്റെ രക്തം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത്? ഇവർ തന്നെ വിളിച്ചു വരുത്തിയതാണ്. ഇവർ തന്നെയാണ് യേശുവിനെ ക്രൂശിക്കാൻ രഹസ്യ പദ്ധതിയിട്ട് ചതിയിലൂടെ യേശുവിനെ പിടിച്ച് കള്ളസാക്ഷികളെ വെച്ചും പീലാത്തോസിനെ പേടിപ്പിച്ചും ഒക്കെയാണ് ക്രൂശ് മരണത്തിൻ്റെ കാര്യങ്ങൾ സമ്പാദിച്ചെടുത്തത്. നീതിമാനാണെന്ന് അറിഞ്ഞിട്ടും അവനിൽ അനീതിയില്ലെന്ന് കണ്ടിട്ടും അസൂയ കൊണ്ടവനെ ക്രൂശിച്ചു. എങ്കിലും മഹാപുരോഹിതന്മാരെ, ശാസ്ത്രിമാരെ, നിങ്ങൾക്ക് മടങ്ങി വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അവർ മടങ്ങി വരാൻ ചാൻസ് ഉപയോഗിക്കുന്നില്ല. പകരം അവർ പറയുന്നത്, ഞങ്ങളെ അവഹേളിക്കാനാണ് ഇവന്മാർ ഇറങ്ങിയത്. എന്നാൽ ഈ പത്രോസിന്റെ യോഹന്നാന്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തിയിട്ട് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾക്ക് യേശുവിനെ വേണം എന്ന് അവർ പറയുന്നില്ല. ദൈവത്തിന് വേണമെങ്കിൽ അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ട. കർത്താവിന് പറയാനുള്ളത്, കട്ടുകൊണ്ടുപോയെന്നുള്ള വാർത്ത പ്രചരിപ്പിച്ച ഇവർ അതിന് ധാരാളം പണം കൊടുത്തവരാണ്. മാനസാന്തരത്തിനുള്ള അവസരങ്ങളുടെ പഴുതുകൾ അടച്ചു കളഞ്ഞവരാണ്. അവർക്ക് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ താല്പര്യമില്ലാത്തവരാണ്. യോഹന്നാന്റെ പ്രസംഗം കേട്ടവരാണ്. എല്ലാ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി ഉണ്ടെന്ന് കേട്ടിട്ട് അധികം നാളായില്ലെന്നോർക്കണം. 3-4 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ അതുപോലെ ഇവരോട് പറഞ്ഞതാണ്, നല്ല വൃക്ഷത്തെ വളരാൻ അനുവദിക്കും, ഫലം കായ്ക്കാത്തതിനെ എല്ലാം വെട്ടി തീയിലിടുമെന്നും യേശുവിനെ പരിചയപ്പെടുത്തിയതും എല്ലാം അവർക്കറിയാം. എന്നിട്ടും
മാനസാന്തരത്തിന് വേണ്ട എല്ലാ വചനങ്ങളും അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ല. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഇത് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവശക്തിയാണ്. അതുകൊണ്ട് നമുക്കിത് സൗഖ്യമാണ്, നമുക്കിത് വിടുതലാണ്. നശിച്ചു പോകുന്നവർ, രക്ഷിക്കപ്പെടുന്നവർ, രണ്ട് വിഭാഗം. സുവിശേഷം കേട്ടിട്ട് മൈൻഡ് ചെയ്യാത്തവരുണ്ട്, നശിച്ചു പോകുന്ന ലിസ്റ്റിലാണ്. എന്നാൽ സുവിശേഷം കേൾക്കുമ്പോൾ ഭയപ്പെടുകയും സമർപ്പിക്കുകയും ഏറ്റുപറയുകയും കർത്താവെ ക്ഷമിക്കണേ, എനിക്ക് മടങ്ങി വരണം എന്നൊക്കെ പറയുന്നവർ, അവർ ദൈവശക്തിയിലേക്ക് തിരിച്ചു വരികയാണ്, നിത്യജീവനിലേക്ക് അവർ വരികയാണ്. ഒരിക്കൽ യോഹന്നാൻ ശിഷ്യന്മാരെ കൂടി വന്നിട്ട് പറഞ്ഞു, കർത്താവെ, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു. അപ്പൊ യോഹന്നാനോട് കൂട്ടരോട് കർത്താവ് പറഞ്ഞു. അപ്പൊ യോഹന്നാൻ പറഞ്ഞു, അവനെ ഞങ്ങൾ വിലക്കി. ശിഷ്യന്മാര് പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു, അവനെ വിലക്കരുത്, അവൻ ദൈവരാജ്യത്തോട് അകന്നവനല്ല, അവന് പെട്ടെന്ന് എന്നെ തള്ളിപ്പറയാൻ കഴിയില്ല. അവൻ എൻ്റെ നാമത്തിലാണ് അത് ചെയ്തതെങ്കിൽ അവൻ ദൈവരാജ്യത്തോട് അകന്നവനല്ല. അപ്പോൾ ദൈവരാജ്യത്തോട് അകന്നവരുണ്ട്, ദൈവരാജ്യത്തിലുള്ളവരുണ്ട്, ദൈവരാജ്യത്തോട് അടുക്കുന്നവരുണ്ട്. ദൈവരാജ്യത്തിൽ എത്തിയില്ല, എന്നാൽ ദൈവരാജ്യത്തോട് വലിയ അകലമില്ലാത്തവർ, അവരെ കണ്ടാൽ അറിയാം. അതായത് നമ്മൾ സിഗ്നലിൽ ചെന്നാൽ റെഡ് ലൈറ്റ് ഉണ്ട്, യെല്ലോ ലൈറ്റ് ഉണ്ട്, ഗ്രീൻ ലൈറ്റ് ഉണ്ട്. ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിനകത്ത് ഓപ്പണാണ്. റെഡ് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യമായിട്ട് ഒരു ബന്ധമില്ല. ഒരു യെല്ലോ ലൈറ്റ് സാധ്യത കിടപ്പുണ്ട്. സുവിശേഷം അറിയിക്കുമ്പോൾ ചിലർക്ക് യെല്ലോ ലൈറ്റാണ്. റെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ വീട് നോക്കണ്ട, ആ ദൈവരാജ്യത്തോടാകുന്ന കുടുംബമാണ്. ഗ്രീൻ ലൈറ്റ്, അവർ നമ്മെ കർത്താവിനൊന്നവണ്ണം കൈക്കൊള്ളുന്നവരാണ്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പ്രതിഫലമുണ്ടെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ വചനവുമായി വരുന്നവരെ സ്വീകരിക്കുന്നവരുണ്ട്. അവർ ദൈവരാജ്യത്തിലാണ്, ഗ്രീൻ ലൈറ്റ് അടിച്ചവരാണ്. യെല്ലോ ലൈറ്റ് കണ്ടാൽ വീണ്ടും അവരകന്നവരല്ല, ഏകദേശം കുറച്ച് സാധ്യതയുള്ളവരാണ്. അപ്പൊ റെഡ് ലൈറ്റിൽ കിടക്കുന്നവരോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യെല്ലോ ലൈറ്റിലുള്ളവരോ അവരെ നമ്മൾ കൂടുതൽ വീണ്ടും 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 ഫോളോ അപ്പ് ചെയ്യണം. അവർ ദൈവരാജ്യത്തിനകത്ത് കയറും. അങ്ങനെ 3 തരക്കാരെ അറിയണം. നശിച്ചു പോകുന്നവർക്ക് ഇത് നാണക്കേടാണ്, അപവാദമാണ്. അവർ ഇതിനെതിരെ പടവാളുമായി നിൽക്കും. അതാണ് മഹാപുരോഹിതന്മാരും കൂട്ടരും. അവർക്ക് നന്നാകാൻ കിട്ടിയ അവസരങ്ങൾ മുഴുവനും അവർ നശിപ്പിച്ചു കളഞ്ഞു. അവർക്കുള്ള നിത്യജീവന്റെ വാതിൽ അവരടച്ചു കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അന്ന് ചെയ്ത മഹാപുരോഹിതന്മാരെല്ലാം നിത്യ നരകത്തീയിലല്ലേ? അവർക്ക് എന്തോരം അവസരമുണ്ടായി. സാക്ഷാൽ ദൈവപുത്രനെ അവരുടെ കണ്ണിന്റെ മുമ്പിൽ കണ്ടതല്ലേ? മശികായേ എന്ന് വിളിച്ചാൽ മതിയായിരുന്നു, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിൽ ഉണ്ടാകുമെന്ന് കള്ളനോട് പറഞ്ഞപ്പോൾ പോലും അതെല്ലാം കേട്ട് രൂപാന്തരപ്പെടാൻ പലർക്കും കഴിയാതെ പോയി. അവരുടെ ഹൃദയം കടുത്തുപോയി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു പ്രാഗൽഭ്യമുണ്ട്. നമുക്ക് കൃപ ലഭിച്ചു, കൃപയാൽ വിശ്വസിച്ചവരാണെന്ന്. നമുക്ക് ഈ വചനം കേട്ടപ്പോൾ നമ്മുടെ അറിവ് കൊണ്ട് കർത്താവിനെ സഹായിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയവരല്ല. നമ്മൾ തകർന്നിരുന്നപ്പോൾ ഈ കൃപ നമ്മളെ തേടി വന്നു. വചനം കേട്ടപ്പോൾ തന്നെ വിശ്വസിക്കാനും കരയാനും ദൈവസന്നിധിയിൽ വീഴാനും കൃപ ലഭിച്ച നാം നന്ദിയുള്ളവരായിരിക്കട്ടെ. അഹങ്കരിക്കരുത്, മഹാപുരോഹിതന്മാരുടെ ലിസ്റ്റിൽ പെടരുത്, ദൈവസഭകളിലെ രാഷ്ട്രീയത്തിൽ പെടരുത്. എന്നും എവിടെ നിന്ന് വന്നു എന്നോർത്ത് മനംതിരിഞ്ഞ് നന്നായി ജീവിപ്പാൻ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തുന്നു. മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങൾ കിട്ടിയപ്പോൾ അതിലൂടെ മാനസാന്തരപ്പെട്ട് ഈ അനുഭവത്തിൽ വരാൻ കർത്താവേ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഇത് കേൾക്കുന്ന പലരും സുവിശേഷം കേട്ടിട്ട് മാനസാന്തരപ്പെടാത്ത ഇവരുടെ ഭവനങ്ങളിലുള്ളവരെയും ഇവരുടെ പ്രാർത്ഥന ലിസ്റ്റിലുള്ളവരെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ,
അവർക്ക് മാനസാന്തരത്തിന് ഇട കൊടുക്കണമേ. അങ്ങ് മടങ്ങി വരാൻ കാത്തിരിക്കുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവാണല്ലോ. മാനസാന്തരത്തിൻ്റെ റിസൾട്ടുകൾ അവർക്ക്, നല്ല ഫലങ്ങൾ അവർക്കുണ്ടാകട്ടെ. ജനങ്ങൾ രൂപാന്തരപ്പെടട്ടെ. ലുദിയയുടെ ഹൃദയം തുറന്നതുപോലെ അനേകരുടെ ഹൃദയം ഇന്ന് തുറക്കണമേ. ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ. തുറക്കേണ്ടതുപോലെ ദൈവവചനത്തിനും പരിശുദ്ധാത്മാവിനും വേണ്ടി, സ്വർഗീയ അനുഭവങ്ങൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ഹിതങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാ ഹൃദയങ്ങളും വിശാലമായി ദൈവരാജ്യത്തിന് വേണ്ടി തുറന്നു വരട്ടെ. അവർ സൗഖ്യമാകട്ടെ, വിടുതലുകൾ പ്രാപിക്കട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞാനത് വിശ്വസിക്കുന്നു. ഒരു തുറന്ന ഹൃദയം ഇനിയും നമുക്ക് വേണം. മറ്റുള്ളവർ, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം, ആ യെല്ലോ ലൈറ്റിൽ കിടക്കുന്നവരെല്ലാം ഗ്രീൻ സിഗ്നലിലേക്ക് വരട്ടെ. നമുക്ക് കൂടുതൽ വിശുദ്ധൻ ഇനിയും വിശുദ്ധനാകട്ടെ എന്ന് പറഞ്ഞതുപോലെ, നീതിമാൻ ഇനിയും നീതീകരിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ ഓരോ ദിവസവും കർത്താവിനോട് അടുക്കാൻ ഇടയാകട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഞങ്ങളുടെ യാത്രാ വിവരങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കാണുക, നമ്പറിൽ വിളിക്കുക. ഗോഡ് ബ്ലെസ് യു.